നമസ്തേ. മറുപടിയിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. ഇടതുമുന്നണിയുടെ മുൻ കൺവീനറും CPM-ന്റെ അനിഷേധ്യ നേതാവുമായ ശ്രീ MM ലോറൻസിൻ്റെ മകൾ ആശ ലോറൻസാണ് മറുപടിയുടെ ഈ അധ്യായത്തിലെ അതിഥി. ആശ ലോറൻസിനെ സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. മറുപടിയിലേക്ക് സ്വാഗതം. നമസ്കാരം. ഇത് മറുപടി രണ്ടാം തവണയാണ്. അന്ന് ഒരു പോസ്റ്റുമായി ബന്ധപ്പെട്ടായിരുന്നു, FB പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു നമ്മളന്ന് 2021 സംസാരിച്ചത്. മെയില്. അതെ, മെയ് 28-29 ആയിരുന്നു എനിക്ക് ഓർമ്മയുണ്ടത്. അതെ അതെ. അന്ന് ചില അവ്യക്തതകളൊക്കെ ഉണ്ടായിരുന്നു ഈ പോസ്റ്റിൻ്റെ കാര്യത്തിൽ, അല്ലേ? അതെ, ആ പോസ്റ്റ് അന്ന് താങ്കൾ ചോദിക്കുമ്പം അപ്പച്ചൻ്റെ കൺസെൻറ്റ് ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പം ഞാനും തെറ്റിദ്ധരിച്ചിരുന്നു അപ്പച്ചൻ്റെ കൺസെൻറ്റോടുകൂടിയാണ് ആ പോസ്റ്റ് വന്നതെന്നുള്ളത്. എന്നുവെച്ചാൽ ആ പോസ്റ്റ് വന്നപ്പോൾ തന്നെ ഞാൻ അപ്പച്ചനെ വിളിച്ചപ്പം ബൈസ്റ്റാൻഡർ ഫോൺ കൊടുത്തപ്പം സംസാരിക്കണ്ടെന്നാണ് പറഞ്ഞത്. അത് ചിലപ്പോൾ അപ്പച്ചൻ്റെ ടയർഡ്നെസ് കൊണ്ട് ഉറക്കക്ഷീണം കൊണ്ട്. പക്ഷെ ഞാൻ എത്രയായാലും ഇങ്ങനത്തെ ഒരു പോസ്റ്റൊക്കെ പബ്ലിക്കലി വരുമ്പോൾ പാനിക്കായി പോകുമല്ലോ, ഒരു സങ്കടമൊക്കെ വരുമല്ലോ. ആ ഇതിൽ ഞാൻ ഓർത്ത് ചിലപ്പോൾ അപ്പച്ചൻ രക്ഷപ്പെട്ടിട്ടായിരിക്കാം അങ്ങനെ എഴുതിയെന്ന്. പക്ഷെ പിന്നീട് ഞാൻ അപ്പച്ചനെ നേരിട്ട് കാണാൻ പോയിട്ടുണ്ടായിരുന്നു. ഒരു മെയിൽ കഴിഞ്ഞിട്ട് സെപ്റ്റംബറിൽ പോയപ്പോൾ, ഞാൻ മിലനം പോയപ്പോൾ ഞാൻ നേരിട്ട് ചോദിച്ചപ്പം അപ്പച്ചൻ അറിഞ്ഞിട്ടില്ല. എൻ്റെ മൂത്ത സിസ്റ്റർ, അത് അപ്പച്ചൻ്റെ രണ്ടാമത്തെ മോള് സുജാതയും പറഞ്ഞു അപ്പച്ചനൊന്നും അറിഞ്ഞതല്ല. അപ്പച്ചൻ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ജനങ്ങൾ ഇത്രയും അപ്പച്ചൻ്റെ അത് ഭയങ്കര വൈറലായിട്ട് വന്നു, പത്രവാർത്തയും ചാനലിലും ഒക്കെ വാർത്ത വന്നു. ഞാൻ എഴുതുന്നത് വളരെ ലിമിറ്റഡായിട്ട് ആൾക്കാരുടെ ഇടയിൽ റീച്ച് പോവുള്ളൂ. എൻ്റെ അപ്പൻ്റെ അത്രയും പബ്ലിക് ഫിഗറൊന്നും അല്ല, ഞാൻ ആരും അല്ലല്ലോ. അങ്ങനെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇത് പത്രക്കുറിപ്പ് ഇറക്കോ എന്തെങ്കിലും ചെയ്യണം, അല്ലെങ്കിൽ എൻ്റെ കണ്ണീരിൻ്റെ ഒരു വിഷമം നിങ്ങളെല്ലാവരെയും ഓൺ ചെയ്തുകൊണ്ടിരിക്കുമെന്ന് പറഞ്ഞു. നിങ്ങൾ 4 പേരെന്ന് പറഞ്ഞു. അന്ന് നേരെ മൂത്ത ബ്രദറെ അബി ജീവിച്ചിരിപ്പുണ്ട്. പക്ഷെ അബി ഇതൊന്നും അറിഞ്ഞിട്ട് പ്രതികരിക്കാൻ പറ്റിയൊരു ശാരീരികാവസ്ഥയിലായിരുന്നില്ല. സ്ട്രോക്ക് വന്നിട്ട് ഉള്ള ട്രീറ്റ്മെൻറ്റിലൊക്കെ ആയിരുന്നു. പക്ഷെ മറ്റേ 2 സിബ്ലിങ്സിന് ചെയ്യേണ്ട ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു. അതിൽ അവർ രണ്ടുപേരും ചെയ്തില്ല. അവരാരും ഇതുപോലെ പബ്ലിക്കലി വന്ന് പറയാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണോ എന്തെങ്കിലും വേറെ എന്തെങ്കിലും കാര്യം കൊണ്ടാണോ എന്നറിയില്ല. പക്ഷേ പറഞ്ഞിരുന്നു. മൂത്ത ബ്രദർ അഡ്വക്കേറ്റാണ് ML സജീവൻ, മറ്റേ ബ്രദറും അഡ്വക്കേറ്റായിരുന്നു. ML സജീവൻ സീനിയർ ഗവൺമെൻറ് പ്ലീഡറാണ്. പാർട്ടി ഭരണം വരുമ്പോൾ അങ്ങനെ 2-3 പ്രാവശ്യമായിട്ട് ആകാറുണ്ട്. അയാളുടെ ഓഫീസിലായിരുന്നു ഈ അരുൺ ആൻ്റണി എന്ന് പറഞ്ഞ ആൾ വർക്ക് ചെയ്തിരുന്നത്. ഈ പോസ്റ്റിന് ശേഷം സജീവൻ അയാൾ ആ ഓഫീസിൽ നിന്ന് പുറത്താക്കി. അതൊന്നും ജനങ്ങൾ അറിഞ്ഞിട്ടില്ല. ഇപ്പോഴും ഈ റീസെൻ്റ്ലി ജനുവരി 27 തൃശ്ശൂർ MLA ശ്രീരാമനെ സീതാദേവിയൊക്കെ ഇൻസൾട്ട് ചെയ്തിട്ട് അപ്പോഴാണ് അങ്ങനെയുള്ളൊരു MLA കൊണ്ടെന്ന് ഞാൻ അറിയുന്നത് കേട്ടോ. ഇങ്ങനെ ബാലേന്ദ്രൻ എന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട് എന്നൊക്കെ അറിയണം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പോസ്റ്റ് വന്നപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൽ ജാതി മതമൊന്നുമില്ല. നമ്മൾ കുട്ടിക്കാലം തൊട്ടേ ശ്രീരാമനെയൊക്കെ കഥ കേട്ട് രാമായണം കേട്ട് വളർന്നവരാണ്. അപ്പം ഞാൻ പ്രതികരിച്ചു, പൊറോട്ട അടിച്ച് ഇതല്ല എന്നും പറഞ്ഞ് പൊറോട്ട എക്സ്പേർട്ടാണെന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ കീഴിൽ ഒരാൾ വന്നിട്ട് താങ്കളൊന്ന് വായിച്ചു നോക്ക്, ഞാനത് ഇങ്ങോട്ട് വരാൻ നേരത്തെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടാണ് വന്നത്. നിൻ്റെ അപ്പനും വളരെ മോശം, നിൻ്റെ അപ്പനും പൊറോട്ട അടിച്ചും തൊഴിലാളികളെ പിന്നെ എഴുതിയ വാക്കൊന്നും ഞാൻ പറയണില്ല, നിന്നെ ഇതെല്ലാം എഴുതാൻ പാകത്തിന് വളർത്തിയത്. ഇങ്ങനെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. എൻ്റെ അപ്പം പൊറോട്ട അടിച്ചാണ് ഞങ്ങളെ വളർത്തിയത്. എൻ്റെ അപ്പം പൊറോട്ട അടിച്ച് വളർത്തിയിരുന്നെങ്കിൽ അപ്പൻ ആ തൊഴിലാണ് ചെയ്തിരുന്നെങ്കിൽ ഞങ്ങളുടെ ജീവിതം ഇത്രയും താറുമാറായി പോകത്തില്ലായിരുന്നെന്ന് പറഞ്ഞു. ആ തൊഴിലിനൊരു മാനമുണ്ട്. ഈ പാർട്ടിയിൽ ഇപ്പോൾ നടക്കുന്നതിനേക്കാളും മാന്യമായിട്ടാണ് പൊറോട്ട അടിച്ച് ജീവിക്കുന്നത്. അപ്പോൾ തൊഴിലാളി പാർട്ടി ഒരു തൊഴിലിനെ പോലും അപമാനിച്ചാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അല്ല, അന്ന് സഖാവ് MM ലോറൻസ് പ്രത്യയശാസ്ത്രത്തെയൊക്കെ മുറുകെ പിടിച്ച്, അല്ലേ, ആദർശങ്ങളൊക്കെ പാലിച്ചുകൊണ്ടല്ലേ ഈ പാർട്ടിയിൽ വളരെ സജീവമായിട്ട് പ്രവർത്തിച്ചത്. അപ്പച്ചൻ ഒറ്റയ്ക്ക് ഇന്ന് ശരിക്കൊരു മൂല്യച്യുതി ഉണ്ടായിരിക്കുകയല്ലേ, അല്ലേ? ഇന്നിപ്പോൾ കമ്മ്യൂണിസം എന്ന് പറയാൻ പറ്റുമോ? കമ്മ്യൂണിസ്റ്റ് ഇല്ലെന്ന് എല്ലാവർക്കും മനസ്സിലായില്ല. അവർ ആരും കമ്മ്യൂണിസ്റ്റ് രീതിയിലല്ലല്ലോ ജീവിക്കുന്നത്. പറഞ്ഞതെല്ലാം വിഴുങ്ങുന്നു, അല്ലേ? എന്തിനെതിരെയൊക്കെ സമരം ചെയ്തോ അതെല്ലാം ഇപ്പോൾ അതാണല്ലോ കമ്മ്യൂണിസം. പണ്ട് കാലത്ത് തൊട്ടേ അങ്ങനെയല്ലേ. എന്തുകൊണ്ടായിരുന്നു ഇപ്പം ഐൻസ്റ്റീൻ ലൈറ്റ് കണ്ടുപിടിച്ച സമയത്ത് ഇവരിങ്ങനെ ആക്റ്റീവ് ആയിരുന്നെങ്കിൽ അതും എതിർക്കുമായിരുന്നു. ലൈറ്റ് വേണ്ട, നമ്മൾ സൂര്യൻ്റെ ലൈറ്റ് മതി എന്ന് പറഞ്ഞതിനെ. ഇന്നിപ്പോൾ സൂര്യൻ അവർക്ക് ദൈവം ഇല്ലാത്തവരായിരുന്നു. ഇന്നിപ്പോൾ പിണറായിനെ അവർ ദൈവമായിട്ട് അംഗീകരിച്ചിരിക്കുന്നു. ദൈവം എന്നുള്ള വാക്കെന്നൊക്കെ പറഞ്ഞിട്ട് സാധാരണ ഒരു കൊളോക്കിയൽ ദൈവം എന്ന് പറഞ്ഞതിന് പിന്നെ ഇദ്ദേഹത്തിന്
പ്രത്യേക പരിഗണനയും കൊടുത്തു മന്ത്രി വി എൻ വാസവൻ. പോർട്ടിന്റെ അതെ, അധിക ചുമതല കൂടെ കൊടുത്തല്ലോ. ദൈവത്തിന്റെ വരദാനമാണ്. അതെ അതെ. മറ്റേ പിന്നെ അദ്ദേഹത്തിന്റെ പാദസ്പർശമേറ്റ മണ്ണാണ്. അതിന് മുമ്പ് നടന്നല്ല തിരുവാതിരയും കാരണഭൂതനെന്നും പറഞ്ഞ് വാഴ്ത്തിപ്പാടി, ലോകം മുഴുവൻ വാഴ്ത്തിപ്പാടിയിട്ട് ഇപ്പോൾ ആ കാരണഭൂതൻ കൊണ്ട് തന്നെയാണ് ഇപ്പോൾ വീണ്ടും ഈ പാർട്ടി അറിഞ്ഞിരിക്കുന്നത്. SFI എന്ന് പറഞ്ഞിട്ടൊരു എൻക്വയറി ഏജന്റ് ഉണ്ടെന്ന് അറിയണത് ഞാൻ ഈ കേസ് വന്നപ്പോഴായിട്ട്. എനിക്കറിയത്തില്ല, ഫസ്റ്റ് ടൈം എനിക്കറിയില്ല ഇങ്ങനെ സീരിയസ് ബോഡി ഇൻവെസ്റ്റിഗേഷൻ കേരളത്തിലേക്ക് എത്തുന്നത് ആദ്യമായിട്ടാണ്. അതിലും പിണറായി വിജയനെ അഭിമാനിക്കാം. അത് മകൾക്കെതിരെയാണ് അന്വേഷണം. ഇപ്പം നോക്കൂ, ഈ പാർട്ടിയിൽ ഇതൊക്കെ നടന്നിട്ട് ഇപ്പോഴും പിണറായിക്ക് വേണ്ടി സിന്ദാബാദ് വിളിക്കാൻ ആളുകളുണ്ടല്ലോ. അവരെ എന്തുകൊണ്ടാണ് അത് തിരിച്ചറിയാത്തത്? അവർ പാർട്ടി മെമ്പേഴ്സ്, ഉത്തരവാദിത്തപ്പെട്ടവർ, ഇപ്പോൾ സാധാരണ ആളുകൾ അവരെന്ന് പറയണത് ഈ FBയിലെ ലാംഗ്വേജ് ഉപയോഗിച്ച് അന്തം കമ്മികളാണ് അവർ പലരും. ഞാൻ ഇപ്പോൾ നടൻ മുകേഷ് കൊല്ലത്ത് നിന്നപ്പോൾ അദ്ദേഹം തമാശകളൊക്കെ പറയുന്ന ആളാണല്ലോ. അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു, എവിടെയോ ഒരു വീട്ടിൽ ചെന്നപ്പോൾ ഒരു വല്യമ്മ, ആ വീട്ടിലെ വല്യമ്മ മിറ്റം അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം വോട്ട് ചോദിച്ചപ്പോൾ നിനക്ക് വോട്ടുണ്ടെന്നോ എന്തോ എൻ്റെ വാക്കുകൾ ചിലപ്പോൾ മാറിയിട്ടുണ്ടാവും പറഞ്ഞു. അപ്പോൾ അതിന് എൻ്റെ മുഖത്ത് പോലും നോക്കിയില്ലല്ലോ വല്യമ്മയെന്ന് വെച്ചപ്പോൾ നിന്റെ മുഖമൊന്നും കാണണ്ടേ, ഏത് കുറ്റിച്ചൂലിനെ നിർത്തിയാലും ഞങ്ങൾ ചെയ്യുമെന്ന്. അത് മനോരമയിൽ അങ്ങനെ കോളത്തിൽ വന്നിരുന്ന ഇലക്ഷൻ ടൈമിൽ കുറേ അനുഭവങ്ങളൊക്കെ സ്ഥാനാർത്ഥികൾ വയ്ക്കുമല്ലോ. അങ്ങനെ കുറേ അടിമത്തമുള്ള കുറേ എന്നുവെച്ചാൽ അങ്ങനെയുള്ള അമ്മമാരെയൊന്നും ഞാൻ അടിമകളെന്ന് വിളിക്കണില്ല. അവരെ പറഞ്ഞ് ബ്രെയിൻ വാഷ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ പാർട്ടിയാണ് എല്ലാം എന്നുള്ളതാണ്. അപ്പോൾ അവരാരെ കൊണ്ട് നിർത്തിയാലും അല്ല, ഈ വിധേയത്വം വരുന്നത് ഇപ്പോൾ ഈ പാർട്ടിയുടെ കീഴിലുള്ള സഹകരണ സ്ഥാപനങ്ങൾ, ബാങ്കുകൾ ഉൾപ്പെടെയുള്ള സഹകരണ സ്ഥാപനങ്ങൾ, ആ സ്ഥാപനങ്ങളിൽ പാർട്ടി കുടുംബത്തിൽപ്പെട്ട ഒരാൾക്കെങ്കിലും ജോലി കൊടുക്കുന്നു. അപ്പോൾ ആജീവനാന്തം അവർ കമ്മിറ്റഡ് ആവുകയാണ്. അങ്ങനെ വോട്ട് ബാങ്ക് ഉറപ്പിക്കുന്നു. ആ ഒരു തന്ത്രമല്ലേ പയറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം നോക്കൂ, ഈ ബംഗാളിൽ നിന്ന് വന്ന ആളുകൾക്ക് പോലും അതിഥി തൊഴിലാളികൾ എന്ന് അവരെ ആദരവോടെ വിളിക്കുന്നു. അവർക്ക് പോലും റേഷൻ കാർഡ് കൊടുക്കുന്നു. പശ്ചിമബംഗാൾ ഒരു അതിഥി തൊഴിലാളി ഞാൻ കാണിച്ചു തരാം, കണ്ടോന്നറിയില്ല. സ്ഥിരം FBയിൽ വരുന്ന ഒരു അതിഥി തൊഴിലാളിയാണ് കേട്ടോ. പാർട്ടിക്ക് വേണ്ടി പോസ്റ്റ് ഇടുന്ന ആളാണോ? ജനങ്ങളും കൂടി കണ്ടോട്ടെ. അതെ, ഇതാണ് അവരുടെ സഖാവ്. ഈ ലെവലിലാണ്. ഞാൻ പലരും ചോദിക്കും, ഞാൻ പറയും ഞാൻ ആൻറ്റി കമ്മ്യൂണിസ്റ്റാണ് എന്ന് പറയണവരുണ്ട്. കമ്മ്യൂണിസ്റ്റ് ആയി കഴിഞ്ഞാലല്ലേ ആൻറ്റി കമ്മ്യൂണിസ്റ്റ് ആകാൻ പറ്റുള്ളൂ എന്നാണ് എൻ്റെ ഒരു ഇത്. പിന്നെ ഞാൻ കമ്മ്യൂണിസവും ആൻറ്റി കമ്മ്യൂണിസവും എന്താണെന്ന് അറിയണതിന് മുമ്പ് തന്നെ എൻ്റെ അപ്പനോട് ചോദിച്ചിട്ടുള്ളത് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ലാസ്റ്റ് ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു, കോൺഗ്രസിൽ ചേർന്നുകൂടായിരുന്നോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് ഫ്രണ്ട്സിൻ്റെ ലൈഫൊക്കെ കണ്ടിട്ടുള്ള, ലൈഫ് സ്റ്റൈൽ കണ്ടിട്ടുള്ള തോന്നലായിരിക്കാം. ഈ പാർട്ടിയെ ഞാൻ വെറുത്ത് തുടങ്ങിയത് SFIക്കാരുടെ കാരണമാണെന്നും ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതിലോട്ട് വരുമ്പം ഈ സാധാരണ ഇവരെ പോലുള്ള കുറേ തൊഴിലാളികളും ഒക്കെ കൊണ്ടുവന്നിട്ട് ഇവർ പറ്റിച്ചുകൊണ്ടിരിക്കുക. ആ നാട്ടിൽ നിന്ന് സ്വന്തം നാട്ടിൽ നിന്ന് ജീവിക്കണം, മരിക്കണം എന്നല്ല എല്ലാവരും വിചാരിക്കുന്നത്. എല്ലാവരും കുറേ നാൾ കഴിയുമ്പം എത്ര സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ അവനവൻ്റെ നാട്ടിലോട്ട് വരണമെന്നും പറഞ്ഞിട്ട് ഇപ്പൊ ഇവര് വന്നിട്ട് ഇവരെ ഇങ്ങനെ കുറേ കൊടുത്ത് പള്ളിപ്പെരുന്നാളിന് വരെ ഇവര് ഉത്സവത്തിനും എല്ലാത്തിനും ഇപ്പൊ ഇവരെ സമ്മേളനത്തിന് ഡെയിലി വേജസ് കൊടുത്തിട്ട് ഇവരെ എടുക്കുവാണ്. മറ്റേത് അങ്ങനെയല്ല, ഉറച്ച സഖാക്കളായിരുന്നു. അനിൽ നമ്പ്യാറിന് അറിയോ ഇവിടുത്തെ AK സെന്ററിന്റെ മുകളിൽ വെച്ചിരിക്കുന്ന അരിവാളും ചുറ്റികയുടെ കഥ അറിയോ? അറിയില്ല അല്ലേ? അത് ആ സെന്റർ പണിതൊന്നും അല്ല, അങ്ങനെ ഒരു കൺസെപ്റ്റും ഡിസൈനൊന്നും ഇല്ലായിരുന്നു. ഇവിടെ 89 നടന്ന പാർട്ടി കോൺഗ്രസ്സിനായിരിക്കണം കൊച്ചിൻ ഷിപ്പ്യാർഡിലെ തൊഴിലാളികൾ അവര് പിരിച്ച് എടുത്ത് പണിതതാണ്. അത് എത്രയോ ടൺ കണക്കിന് വെയിറ്റ് ഉള്ളൊരു സാധനമാണ്. അരിവാൾ ചുറ്റിക നക്ഷത്രം ഇല്ല, അരിവാൾ ചുറ്റിക മാത്രമേ ഉള്ളൂ. അത് ഈ റോട്ടിൽ ഇവിടെ ശംഖുമുഖത്തായിരുന്നു എന്ന് തോന്നുന്നു അല്ലേ? ഈ ട്രിവാൻഡ്രം സിറ്റിയിൽ കൂടി ആയിരിക്കണം. എനിക്ക് 89 കാര്യമല്ലേ? അതേ തൊഴിലാളികളാണ് ഒരു വാഹനത്തിൽ വെച്ച് ഇത് വലിച്ച് ടാബ്ലോ പോലെ കൊണ്ടുപോയത്. പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞപ്പോൾ ഇതൊരു ചോദ്യചിഹ്നമായി. ഈ പാർട്ടി ചിഹ്നം ഇത്രയും ടൺ കണക്കിന് ഭാരമുണ്ട്, ഇത് എവിടെ കൊണ്ടേ വെക്കും? അങ്ങനെ അപ്പൻ സഖാവ് MM ലോറൻസ് ആണ് പറഞ്ഞത്, അതങ്ങനെ കളയണ്ട, ആ മുകളിൽ കാർപോർച്ചിന് മുകളിലായിട്ട് അത് വെക്കാന്ന്. അതവിടെ മുകളിൽ കയറ്റാൻ എത്ര തൊഴിലാളികൾ അധ്വാനിച്ച് കാണും. പിന്നെ പുറത്തുനിന്ന് ആളെയൊന്നും എടുക്കേണ്ടി വരില്ല. തൊഴിലാളികളോട് ഒരൊറ്റ കാര്യം പറഞ്ഞാൽ അവർ വന്ന് പൊക്കി അത് ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടായിരിക്കും അവർ വെച്ചിട്ടുള്ളത്.
അന്ന് അങ്ങനെ വെച്ച പാർട്ടിയാണ് വെച്ചാൽ കൊച്ചിൻ ഷിപ്പ്യാർഡിലൊക്കെ പാവപ്പെട്ട തൊഴിലാളികൾ, അവിടുത്തെ GM-ഉം MD അങ്ങനത്തെ പൊസിഷനിൽ ഇരിക്കുന്ന സാധാരണ തൊഴിലാളികൾ പിരിച്ചുണ്ടാക്കിയ ഇതുകൊണ്ടാണ് AK സെന്ററിന് മുമ്പിൽ അരിവാളും ചുറ്റിയും വെച്ചിരിക്കുന്നത്. ആ AKG സെന്ററിന്റെ അഡ്രസ്സാണ് വീണയുടെ തട്ടിക്കൂട്ട് കമ്പനിക്ക് രജിസ്ട്രേഷന് കൊടുത്തത്. അതെങ്ങനെയാണ് മേൽവിലാസം കൊടുത്തത്? പിണറായിക്ക് വേറെ അഡ്രസ്സില്ലേ? പിണറായിക്ക് നാട്ടിലെ അഡ്രസ്സ് ഉണ്ടാവുമല്ലോ. നാട്ടിലെ അഡ്രസ്സുണ്ട്. അത് മാത്രമല്ല ഇവിടെ താമസിക്കുന്ന വേറെ അഡ്രസ്സും ഇല്ലേ? അതിപ്പോ ഞാൻ കഴിഞ്ഞ ചർച്ചയിൽ പറഞ്ഞില്ലേ, ഇപ്പോൾ എന്ത് കാര്യത്തിനും പാർട്ടിയിൽ അപ്പച്ചൻ്റെയൊക്കെ തലമുറയിലെ കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ സ്റ്റേറ്റ് കമ്മിറ്റിയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു. ചില കാര്യത്തിന് അനുവാദം മേടിക്കേണ്ടി വരുമായിരിക്കാം. അതൊക്കെ നടന്നിരുന്നു എന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ഇത് മിസ്യൂസ് ചെയ്തതല്ലേ? എൻ്റെ പാർട്ടി സഖാക്കൾ ആരും ചോദിക്കാനില്ല. അന്നെല്ലാം ചോദിക്കാൻ ആൾക്കാരുണ്ടായിരുന്നു. ഇപ്പം എൻ്റെ മൂത്ത സിസ്റ്ററിൻ്റെ കല്യാണം ഞങ്ങളുടെ വീട്ടിൽ ആദ്യം നടന്നപ്പോൾ പള്ളിയിൽ വെച്ചാണ് നടന്നത്. അത് ചോദ്യം ചെയ്യപ്പെട്ടു. അപ്പച്ചൻ ഒത്തിരി വിഷമത്തിലാണ് വീട്ടിൽ വന്ന് പറഞ്ഞത്, പാർട്ടിയിൽ ഇപ്പോൾ ഇത് ചർച്ചയായിരിക്കണു എന്ന് പറഞ്ഞു. അപ്പച്ചന് നോന്ന് ഭാര്യയോടും മക്കളോടും പറയാനും പറ്റില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ വിശ്വാസവും റൈറ്റും ഇല്ലേ? അങ്ങനെ ഒരു അത് ഞാൻ പറഞ്ഞത്, പാർട്ടിക്ക് ചോദ്യം ചെയ്യാനുള്ള റൈറ്റ് ഉണ്ടെങ്കിൽ ഞങ്ങൾക്കും റൈറ്റ് ഉണ്ട് അല്ലേ? അതിൻ്റെ ഇടയിൽ പെട്ടുപോകും അത്. പക്ഷെ അത് പള്ളി വെച്ച് തന്നെ നടന്നു. അങ്ങനെ ഒരു മകളുടെ വിവാഹത്തിന്റെ കാര്യം മതപരമായിട്ടുള്ളൊരു ചടങ്ങ്. ആ മകൾക്ക് ഒരു അമ്മയുണ്ട്. അമ്മയുടെ വിശ്വാസവും അതുപോലും പാർട്ടിയുടെ അനുമതിയോടെ ചോദിച്ചാൽ അത് വലിയ ചർച്ചയായിട്ടുണ്ട്. ലോറൻസ് മക്കള് കല്യാണമൊക്കെ നടത്തുന്നത് പള്ളിയിൽ വെച്ചാണെന്നും പറഞ്ഞിട്ട് മനോരമയൊക്കെ പ്രത്യേകം ഫോട്ടോ എടുത്ത് കൊടുത്തിട്ടുണ്ട്. എന്നുവെച്ചാൽ ഓൾട്ടറിന്റെ അവിടെ വെച്ചിട്ട് മകനും മരുമകളും ഒക്കെ നിൽക്കുമ്പോൾ ലോറൻസ് അപ്പനും എന്നുള്ള നിലയ്ക്ക് അപ്പച്ചൻ പോയി ഫോട്ടോ എടുക്കുമ്പോൾ ബാക്കിൽ ജീസസും കുരിശും ഒക്കെ വരുമല്ലോ. അതൊരു കമ്മ്യൂണിസ്റ്റുകാരൻ എൻ്റെ മുമ്പിൽ പോയി നിൽക്കുന്ന ഫോട്ടോ പത്രക്കാരുടെ രീതി താങ്കൾക്കും അറിയാമല്ലോ. അങ്ങനെ ഫോട്ടോ ഒക്കെ വന്നിട്ടുണ്ട്. അതുപോലും ചർച്ചയാക്കുന്ന ഒരു പാർട്ടി ഈ തട്ടിക്കൂട്ട് കമ്പനിയുടെ അഡ്രസ്സ് വെച്ചിട്ട് ഒരാൾ പോലും എതിർത്ത് സംസാരിക്കണില്ല. എതിർത്ത് സംസാരിക്കേണ്ടവരെ മുഴുവൻ സൈലന്റ് ആക്കിയിട്ടുണ്ട്. അത് വെറുതെ സൈലന്റ് ആക്കിയതല്ല, ഓരോ കീ പൊസിഷൻസ് കൊടുത്ത് നല്ല ചെയറൊക്കെ കൊടുത്ത് സൈലന്റ് ആക്കിയിട്ടുണ്ട്. അല്ല, എന്തുകൊണ്ടാണ് പിന്നെ ഇത്തരം അനീതികൾക്കെതിരെ പാർട്ടിയിൽ നിന്ന് തന്നെ ആരും പ്രതികരിക്കാത്തത്? അതാ ഞാൻ പറഞ്ഞത്, പ്രതികരിക്കാൻ അല്ല, അത് ഒരു ഫാക്ടറാണ്. ഇപ്പൊ പറഞ്ഞ ഈ പദവികൾ നൽകി നിശബ്ദരാക്കുക എന്നുള്ളത്. പണ്ട് VS അച്യുതാനന്ദനുള്ള സമയത്ത് വളരെ സജീവമായിട്ടുള്ള ചർച്ചകൾ നടന്നിരുന്നു, ആശയ സംവാദങ്ങളൊക്കെ നടന്നിരുന്നു അല്ലേ? വിയോജിപ്പുകൾ ഉണ്ടായിരുന്നു. വിയോജിപ്പുകളിൽ നിന്നാണല്ലോ വിയോജിപ്പുകൾ എത്തുന്നത്. പക്ഷേ ഇതിപ്പോൾ എല്ലാം ഒരു ഏകഛത്രാധിപതിയെ പോലെ പിണറായി വിജയൻ പാർട്ടിയിലും അദ്ദേഹം തന്നെ നമ്പർ 1, അതുപോലെ ഭരണത്തിലും അദ്ദേഹം തന്നെ നമ്പർ 1. ഇപ്പോൾ രണ്ടാമത് അധികാരത്തിലെത്തിയപ്പോൾ ആരെയൊക്കെയാണ് മന്ത്രിമാരാക്കിയതെന്നൊക്കെ നമുക്കറിയാമല്ലോ അല്ലേ? ആദ്യ മന്ത്രിസഭയിൽ നന്നായിട്ട് പെർഫോം ചെയ്തവരെയൊക്കെ മൂലക്കിരുത്തിയിരിക്കുന്നു. പക്ഷെ എന്നിട്ട് പോലും എന്തുകൊണ്ട് പാർട്ടിക്കകത്ത് നിന്നൊരു കലാപം അങ്ങനെ സ്ട്രോങ് ആയിട്ട് പാർട്ടിക്ക് വേണ്ടി കഷ്ടപ്പെട്ട നേതാക്കന്മാരും ഇല്ലല്ലോ. പിന്നെ വന്ന തലമുറ എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം സുഖജീവിതത്തിൽ കൂടി വന്നതാണ്. ഇപ്പം എൻ്റെ അപ്പനൊക്കെ കഷ്ടപ്പെട്ടതുപോലെ എൻ്റെ അപ്പം മാത്രമല്ല, ഞാൻ അപ്പനെ മാത്രം ഫോക്കസ് ചെയ്യുന്നത് എൻ്റെ അപ്പം മാത്രമായതുകൊണ്ടാണ് കേട്ടോ. അപ്പൻ്റെ തലമുറ, അപ്പന് മുന്നേ നടന്നത്, അപ്പൻ്റെ ഒപ്പം നടന്നവർ, അപ്പൻ്റെ തൊട്ട് പുറകെ നടന്ന ഈ പിണറായി വിജയൻ പോലും കഷ്ടപ്പെട്ടിട്ടുണ്ട് പാർട്ടിക്ക് ഒരു ലെവൽ വരെ. പക്ഷെ അപ്പച്ചനൊക്കെ ഒരു ലെവലിൽ എത്തിക്കഴിയുമ്പോഴാണ് നമ്മൾ ബാറ്റൻ മാറുന്ന പോലെ കൈമാറി മാറിയാണല്ലോ ഈ സുഖത്തിലോട്ട് എത്തിയിരിക്കുന്നത്. അങ്ങനെ വന്ന ഫ്രീസ്ഡ് ആയിട്ടുള്ള ഇപ്പോൾ ഞാൻ വളർന്നതുപോലെയല്ല എൻ്റെ മകന് കുറച്ചുകൂടി മക്കൾക്ക്, എൻ്റെ മക്കൾക്ക് കുറച്ചുകൂടി നല്ല ഇത് കിട്ടുന്നുണ്ട്. ചൈൽഡ്ഹുഡിലെ കാര്യങ്ങളൊക്കെ ഞാൻ പറയാം, നിസ്സാര ചെരുപ്പിൻ്റെ കാര്യം തൊട്ട് പറയുവാണെങ്കിൽ എല്ലാത്തിനും മാറ്റമുള്ളത് പോലെ പാർട്ടിക്ക് നമ്മൾ ഓരോ ഇപ്പോൾ ഒരു റോഡ്, പണ്ടത്തെ റോഡ് കാട് വെട്ടി തെളിച്ച് റോഡ്, അതിൽ പുഴിമണ്ണിൽ കൂടി നടന്നതല്ലല്ലോ ഇന്ന് കാറിൽ കൂടി നടന്നത്. അതുപോലെ ഇവർക്ക് കിട്ടിയപ്പോൾ സുഖത്തിൽ കൂടിയാണ് ഇപ്പോൾ ഹാൻഡ് ഓവർ ചെയ്തിരിക്കുന്നത്. ഇപ്പം ഇരിക്കുന്ന പാർട്ടിക്കാർക്ക് മുഴുവൻ, ചെറുപ്പക്കാർക്ക് മുഴുവൻ എല്ലാം സുഖത്തിൽ കൂടി. അതാ ഞാൻ പറഞ്ഞ, ഒരു ലൈഫ് ത്രെട്ടണിങ് ഉണ്ടായിട്ടില്ല, ഒരു സമരം ഒന്നും ഉണ്ടായി. ഇപ്പൊ ഈ ആരിഫ് മുഹമ്മദ് ഖാൻ ഉണ്ടായിരുന്നില്ലെങ്കിൽ SFIക്കാർക്ക് സമരം ചെയ്തിട്ടുള്ളൊരു അതുപോലും ഇല്ല. അതിൽ പോലും അവർ ഫ്രീസ്ഡ് അല്ലേ, ഫിസിക്കൽ ആക്ടിവിറ്റീസും പോലും ഇല്ലല്ലോ. സഖാക്കൾ എന്ന് പറഞ്ഞാൽ അനങ്ങിയ സമരം ഒക്കെ അല്ലേ. ഇതിപ്പം ആർക്കെതിരെ ഇവർ സമരം ചെയ്യാൻ, അവർക്കൊന്നും ചെയ്യാനില്ല. എപ്പോഴും സുഖമായിട്ട് ജീവിക്കണം. അവരെന്തെങ്കിലും ചെയ്തിട്ട് എല്ലാവർക്കും നാളെ റഹീമിനെയൊക്കെ പോലെ MP ആകാന്നുള്ള കരുതി കൂട്ടിയാണ് ഈ ആർഷോ ഒക്കെ നടക്കുന്നത്.
ആർഷമൊക്കെ നടക്കുന്നത് നാളത്തെ PB മെമ്പർ, നാളത്തെ മന്ത്രി, നാളത്തെ രാജ്യസഭ MP എന്നും പറഞ്ഞ് ആണ് കിട്ടുന്നുള്ള ഉറപ്പിലാണ് അവരെല്ലാം നടക്കുന്നത്. അവരൊക്കെയായിരുന്നു ഇത് ചോദ്യം ചെയ്യേണ്ടത്. മാത്രമല്ല SFIയുടെ സംസ്ഥാന സെക്രട്ടറി എത്ര ക്രിമിനൽ കേസുകളിലെ പ്രതി. ആ ക്രിമിനൽ കേസ് എന്ന് പറയുന്നത് ഈ സമരം നടത്തിയതിനുള്ള ചാർജല്ല, മറിച്ച് ഈ സഹപ്രവർത്തക AIYFൻ്റെ ഒരു വനിതാ നേതാവിനെ വളരെ ജാതീയമായിട്ട് അധിക്ഷേപിച്ചു, വളരെ മോശമായിട്ട് സംസാരിച്ചു. വാർത്ത വന്നിരുന്നു. പിന്നെ വധശ്രമം, അങ്ങനെ പല ചാർജസും ഉണ്ട്. SFI എന്ന വിദ്യാർത്ഥി സംഘടനയുടെ നേതാവ് ആർഷോ. പണ്ടെല്ലാം പാർട്ടിയിൽ ആർക്കെങ്കിലും എതിരെ പാർട്ടിയിൽ EMSന് വരെ ഡാങ്കയ്ക്ക് വരെ അച്ചടക്ക നടപടി എടുത്ത പാർട്ടിയായിരുന്നില്ല. ഇന്നിപ്പോൾ അങ്ങനെ ഇല്ലല്ലോ. ഇന്ന് എന്തെങ്കിലും ഒരു ആരോപണം വന്നാൽ ഇപ്പം എന്താ പാർട്ടി പോലീസ് അന്വേഷിക്കും, പാർട്ടി കോടതി അന്വേഷിക്കും. ജോസഫേയും പറഞ്ഞിട്ട് പോയി. ബാലമാസ്റ്ററും ബാലമാഷ് എന്നാണ് വിളിക്കണത് എല്ലാവരും. K. ബാലനും ശ്രീമതി ടീച്ചറും കൂടി അതിന്റെ തീവ്രത ഇന്റൻസിറ്റി അളന്ന് നടക്കുവാണ്. എന്നിട്ട് റിപ്പോർട്ട് കൊടുക്കും, അത് കുഴപ്പമൊന്നുമില്ല. സ്ത്രീ വിഷയത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട P. ശശിയാണ് ഇപ്പോൾ. അത് വാത്സല്യ പ്രകടനമായിരുന്നു എന്നല്ലേ പറയണത്. പീഡനം അവർക്ക് വാത്സല്യ പ്രകടനമാണ്. അങ്ങനെ എല്ലാ വിധത്തിലും അവര് ചോദ്യം ചെയ്യാൻ അവിടെ ആരുമില്ല. ഇപ്പൊ VS ഉണ്ടായിരുന്നെങ്കിൽ ഇത് എതിർക്കുമായിരുന്നുള്ള ഉറപ്പാണ്. എൻ്റെ അപ്പനെക്കാളും VS എതിർക്കുമായിരുന്നു. എൻ്റെ അപ്പനെ പിണറായി വിജയനെ പേടിച്ചിട്ടോ പിണറായി വിജയന്റെ അടിമയായിട്ടോ എതിർക്കില്ല എന്നല്ല. അപ്പച്ചൻ്റെ ലൈനും രീതികളൊക്കെ ഒന്ന് വേറെയായിരുന്നു. എല്ലാം ആ പാർട്ടി ചട്ടക്കൂടി കൂടി പോയിട്ടുള്ള രീതി തന്നെയല്ല, അറിയാമല്ലോ. അല്ലെങ്കിൽ COT ഗ്രൂപ്പ് ആക്റ്റീവ് ആയിരുന്നെങ്കിൽ, ആക്റ്റീവ് അല്ലല്ലോ. അങ്ങനെ ഒരു ഗ്രൂപ്പിസ് ആക്റ്റീവ് ആവണമെന്നല്ല, അതുപോലെ സ്ട്രോങ് ആയിട്ട് സ്ട്രെങ്ത് ഉള്ള ലീഡേഴ്സ് ഇപ്പം അതിലില്ല. പാർട്ടിയിൽ ആരെങ്കിലും ഇത് ചോദ്യം ചെയ്താൽ എല്ലാവരും അടിമകൾ, എല്ലാവർക്കും ഇത്. പിന്നെ കുറേ പേര് പറഞ്ഞൊരു ഭയം, പിണറായിനൊരു ഇല്ലാത്ത ഭയം, ഒരു ഫിഗർ. അങ്ങനെ ഇനി പിണറായി ഇല്ലെങ്കിൽ നടക്കില്ല, പിണറായിയുടെ കീഴിലാണെല്ലാം എന്നും പറഞ്ഞിട്ടുള്ളൊരു പോലെ ആക്കിയെടുത്തു. എന്തോ ചിരഞ്ജീവിയൊന്നും അല്ലല്ലോ. അപ്പച്ചൻ്റെ ആസ്തി എത്രയായിരിക്കും? അപ്പച്ചന് ആസ്തി എന്ന് പറയാൻ, അപ്പച്ചന് മുളകുപാട് ആണ് അപ്പച്ചൻ്റെ തറവാട്. അവിടെ 11 അംഗങ്ങളുള്ളൊരു വീട്ടിലാണ് അപ്പച്ചൻ വളർന്നത്. സിബ്ലിങ്സ് എല്ലാവരും കൂടി 11 പേരുണ്ട്. അതിൽ അപ്പച്ചന് ഒരു ഷെയർ കിട്ടിയിരുന്നു, 11 സെൻറ്റോ അങ്ങനെയാണ് എന്തോ കിട്ടിയിട്ടുണ്ട്. അത് അവിടെ നിന്നൊരു കരിക്ക് പോലും ഞങ്ങൾക്ക് എടുത്തിട്ടില്ല. ഞങ്ങൾക്ക് കിട്ടിയിരുന്നത് മുഴുവൻ അമ്മയുടെ വീട്ടിലെ സഹായവും. ഞാൻ എപ്പോഴും ആവർത്തിച്ച് പറയുന്ന ആൾക്കാർക്ക് ബോറടിക്കേണ്ട, ഞങ്ങളുടെ ഒരു വീട്, നല്ലൊരു വീട് റെൻറ്റിന് കൊടുത്തിട്ട് കുഞ്ഞൊരു വീട് റെൻറ്റിന് എടുത്തിട്ടാണ് ഞങ്ങൾ വളർത്തിക്കൊണ്ട് പോയിരുന്നത്. ആ പറമ്പിലെ തേങ്ങയും കരിക്കൊക്കെ അപ്പച്ചൻ്റെ ഒരു ബ്രദർ തന്നെയാണ് എടുത്തിരുന്നത്. ഇപ്പം അത് മൂത്ത മകന് കൊടുത്തിട്ടുണ്ട്. ബോൾഗാട്ടി ഐലൻഡിലാണ് ഈ പൊന്നാരിമംഗലം എന്ന് പറഞ്ഞ മുളകുപാട്, ആ സെയിം ഐലൻഡിലാണ്. അവിടുത്തെ വില അത് ഉണ്ടാവും. റീസെൻ്റ്ലി ആണെന്ന് തോന്നുന്നു മൂത്ത ബ്രദറിന് കൊടുത്തിട്ടുള്ളത്. പിന്നെ സ്വന്തമായിട്ട് വീടൊന്നുമില്ലല്ലോ അല്ലേ? ഇല്ല, അപ്പച്ചനും കൂടി. അപ്പച്ചൻ ഇപ്പൊ എവിടെയാ? മൂത്ത ബ്രദറിന്റെ വീട്ടിൽ കിടക്കുന്നത്. മൂത്ത ബ്രദറിന്റെ വീട്ടിൽ. പിന്നെ അപ്പച്ചന് കിട്ടിയിരുന്നത് MP പെൻഷനാണ്. പാർട്ടി അലവൻസ് അപ്പച്ചന് മാത്രമല്ലല്ലോ, ഫുൾ ടൈം പാർട്ടി വർക്കേഴ്സിന് എല്ലാവർക്കും തന്നെ കൊടുക്കുന്നുണ്ട് ഒരു ചെറിയ എമൗണ്ട്, തുച്ഛമായിട്ടുള്ള എമൗണ്ട്. അതുകൊണ്ട് എങ്ങനെ ഒരു ഫാമിലി കൊണ്ട് നടക്കുക? ഭാര്യ മക്കളും പഠിത്തലും എല്ലാമായിട്ട് ഒക്കെ നടക്കണ കാര്യം അല്ലല്ലോ. ഈയിടെ അല്ലേ ഒരു പാർട്ടി സഖാവ് തൃശ്ശൂർ ഏതൊരു അമ്പലത്തിൽ പോയിട്ട് കാണിക്കുന്നു കളവ് നടത്തുന്നത്. അങ്ങനെ അപമാനിക്കാൻ ഞാൻ തയ്യാറല്ല. എന്ന് വെച്ചാൽ ഭഗവാന്റെ മുമ്പിൽ പോയി നിന്ന് ചോദിച്ചിട്ട് എടുത്തതായിരിക്കും. ഭഗവാൻ അനുവാദം കൊടുത്തിട്ടുണ്ട്. എന്തായാലും കണ്ട നമ്മളൊക്കെയാണ് അപമാനിക്കുന്നത്. അതിൽ പാർട്ടി ചെയ്യേണ്ടത് അങ്ങേരുടെ അവസ്ഥ എന്തിനു വേണ്ടിയിട്ടാണ് അത് കളവ് നടത്തിയിട്ടുള്ളത്. അല്ല, ഞാൻ ഈ ആസ്തിയുടെ കാര്യം ചോദിക്കാം. ഇപ്പോൾ പിണറായി വിജയൻ്റെ ആസ്തി നോക്കൂ. പിണറായി വളർന്നു വന്ന ഒരു സാഹചര്യം അറിയാലോ അല്ലേ? പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഏറ്റവും ദരിദ്രനായിട്ട് പിണറായി ടാറ്റയുടെയും ബിർളയുടെയും കുടുംബത്തിലല്ലല്ലോ ജനിച്ചത്. എങ്ങനെയാണ് ഇത്രയും ആസ്തി ഉണ്ടാക്കിയിരിക്കുന്നത്? എൻ്റെ അടുത്ത് പിണറായി വിജയനെന്ന് ഞാൻ അപമാനിച്ച് പറയില്ല, പക്ഷെ അദ്ദേഹം കണ്ണൂരുള്ള ഒരു തറവാട്, വീട്ടുപേരൊന്നും ഞാൻ പറയണില്ല, എൻ്റെ അടുത്ത് വ്യക്തമായിട്ട് അവർ പറഞ്ഞതാണ്. അവരുടെ വീട്ടുമുറ്റത്ത് പോയി നിന്ന് മുറ്റത്ത് നിന്ന് സംസാരിക്കുള്ളായിരുന്നു. അതിനപ്പുറം എന്താ പറയുക, നമ്മൾ എന്താ അതിന് പറയാ, സിറ്റൗട്ടിൽ പോലും കാല് വെച്ച് കയറാനുള്ളൊരു സിറ്റുവേഷനിലുള്ള വളർന്നൊരാളല്ല. എൻ്റെ അപ്പൻ്റെ അമ്മയുടെ വീട്ടില് മുറ്റത്ത് നിന്ന് സംസാരിക്കുന്നവർ വേറെ ആൾക്കാരായിരുന്നു. മനസ്സിലായില്ല വ്യത്യാസം? ഞാൻ പറഞ്ഞത് പോയിന്റ് മനസ്സിലായില്ലേ? അദ്ദേഹം ഒരു വീട്ടിൻ്റെ മുറ്റത്ത് മണ്ണിൽ നിന്ന് വീട്ടുകാരോട് സംസാരിച്ചിരുന്ന ആള്. എൻ്റെ അപ്പൻ്റെ
മുമ്പിൽ അപ്പനെ തമ്പ്രാനും എൻ്റെ അമ്മയെ തമ്പ്രാട്ടിന്ന് വിളിച്ച് ഞങ്ങളെയൊക്കെ വിളിക്കുമായിരുന്നു കൊച്ചിലെ. ഞങ്ങൾക്കൊക്കെ നാണക്കേടായിരുന്നു. വലിയ മുതലുണ്ടായിട്ടല്ല, അമ്മയുടെ വീട്ടിലുണ്ടായിരുന്നു. അപ്പച്ചനെ അങ്ങനെ വിളിക്കണ അപ്പച്ചൻ പറയുമായിരുന്നു, ഇത് നിർത്തണം നാണക്കേടാണ്. അമ്മ വഴക്കും അറിയായിരുന്നെങ്കിൽ. അപ്പോൾ ആ വിളിക്കാനുള്ള ആസ്തിയെങ്കിലും ഉണ്ടായിരുന്നത് കൊണ്ടാണല്ലോ വിളിച്ചിരുന്നത്. അതിൽ നിന്ന് അപ്പൻ്റെ ആസ്തി ഇപ്പോഴും മാറിയിട്ടില്ല. അപ്പച്ചൻ്റെ ഈ 15 സെൻറ്റ് ഇപ്പോഴത്തെ വാല്യൂ അനുസരിച്ച് നല്ല വില തന്നെ കിട്ടുമായിരിക്കും. അതവിടെ അങ്ങനെ തന്നെയുണ്ട്. പക്ഷെ ഇവിടെ നിന്ന് വന്നപ്പം പിണറായി വിജയനും കുടുംബം ഉണ്ടാക്കിയത് പറഞ്ഞു കേൾക്കണ അറിവേ എനിക്കുള്ളൂ. ഞാൻ വേറൊന്നും നേരിട്ട് അറിയില്ല. അത് ഇപ്പം ഒരു സിസ്റ്റം അന്വേഷിക്കുന്നുണ്ടല്ലോ, അത് നിയമപരമായിട്ട് അന്വേഷിക്കേണ്ടതാണ്. ഇപ്പൊ രാജ്യത്തെ നിയമത്തിനെതിരായിട്ട് വീണ എന്തെങ്കിലും തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കാൻ ഇവിടെ ഓൾറെഡി കണ്ടുപിടിച്ചിരിക്കുകയാണ്. ആദായ നികുതി വകുപ്പിന്റെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് ഫൈൻഡിംഗ് ആണ്. അതെല്ലാം അങ്ങനെ തന്നെ പോട്ടെ. പക്ഷെ ചെയ്യാത്ത സേവനത്തിന് ഇത്രയും പണം വാങ്ങി 1,72,00,000 രൂപ വാങ്ങിയെന്ന് അവർ കണ്ടെത്തിയിട്ടുണ്ട്. അത് ഈ പബ്ലിക്കിന് ഇനി അറിയേണ്ടത് സഹസ്ര കോടികൾ ഉണ്ടാക്കിയോ എന്നുള്ളതാണ്. ആ എൻക്വയറിയാണ് നടക്കുന്നത്. ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഇന്നലെ പറയുന്ന കേട്ടല്ലോ 40,000 കോടിയുടെ കേട്ടിട്ട് തന്നെ 40,000-40,000 കോടി കരിമണൽ ഖനനത്തിൽ നിന്ന് 4,000 കോടി. ഓക്കെ, 4,000 കോടി തോട്ടപ്പള്ളിയിൽ നിന്ന് മാത്രം നമുക്ക് ഇപ്പോഴും പ്രക്ഷോഭം നടന്നുകൊണ്ടിരിക്കുക. കരിമണൽ ഖനനത്തിനെതിരെ പ്രക്ഷോഭം നടത്തിക്കൊണ്ടിരിക്കുക നാട്ടുകാർ. ഒരു ചാക്ക് കരിമണലെങ്കിലും എടുത്ത് വീട്ടിൽ സൂക്ഷിച്ചു വെക്കായിരുന്നെന്ന് ഇപ്പം തോന്നുന്നുണ്ട്. മറിച്ച് വെക്കായിരുന്നല്ലേ. പക്ഷെ ഞാൻ പറഞ്ഞത് ഇപ്പോഴും ഞാൻ പറഞ്ഞു, വീണ ഒരു ബിസിനസ് ചെയ്തു, അതിലെന്തെങ്കിലും അഴിമതി നടത്തിയിട്ടുണ്ടെങ്കിൽ അഴിമതിക്കെതിരെ നമ്മുടെ രാജ്യത്തെ നിയമം അന്വേഷിച്ച് നടപടി ഉണ്ടാവും. പക്ഷേ ഈ വീണയുടെ അഡ്രസ്സ് ഇവിടെ കൊടുക്കാൻ കാരണം എന്താണെന്ന് അന്വേഷിച്ച് അതിനെതിരെ നടപടി എടുക്കേണ്ടത് പാർട്ടിയാണ് അല്ലേ. പാർട്ടിയുടെ ഇത് ഒരാളുടെ തറവാട്ട് സ്വത്തല്ല ഈ AK സെൻറ്റർ അല്ലേ. എൻ്റെ അപ്പനൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് AK സെൻറ്ററിനും ലെനിൻ സെൻറ്ററിനും. എൻ്റെ അപ്പം മാത്രമല്ല, ഞാൻ എൻ്റെ അപ്പനെ മാത്രം പറയുമ്പോൾ ചിലർ അപ്പനെ മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പൻ്റെ ഒപ്പം ഒക്കെ ഉള്ളവരും പാവപ്പെട്ട തൊഴിലാളികൾ അവരുടെ തുച്ഛമായ വേതനത്തിൽ നിന്ന് ഓരോ രൂപയും പാർട്ടി ലെവി പോലെ കൊടുത്തും പിരിവ് കൊടുത്തും ഒക്കെ പണിതാണ് AK സെൻറ്ററും ലെൻ സെൻറ്ററും. ഈ കേരളത്തിലെ ഓരോ ബ്രാഞ്ചും AKG ഭവന് വരെ കേരളത്തിൽ നിന്ന് സംഭാവന പോയിട്ടുണ്ട്. അത് വീണക്കിട്ട് തട്ടിക്കളിക്കാനുള്ളതായിരുന്നില്ല. ഇവിടെ ചതിക്കപ്പെട്ടത് സഖാക്കളാണ്. അത് തിരിച്ച് ചോദിക്കാൻ പറ്റിയ ഒരു എന്താ പറയുക, ഒരു കാലിബറുള്ള സഖാക്കളോ സഖാത്തികളോ ആരും ഇല്ല. അവർ ഡാൻസും തിരുവാതിരയും പുഷ്പൻ്റെ അടുത്ത് പോയിട്ട് പുഷ്പനറിയോ എന്നും ചോദിച്ചു ഡാൻസും പാട്ടുമായിട്ട് നടക്കുക. പിണറായി വിജയനെ കാണുമ്പോൾ കാരണഭൂതം സൂര്യനാണെന്നും പറഞ്ഞ് നടക്കുക. അല്ലാണ്ട് ഈ ഫോക്കസ് ചെയ്യേണ്ട കാര്യത്തിലോട്ട് അവരാരും ഫോക്കസ് ചെയ്യണില്ല. ചെയ്യാണ്ടിരിക്കാനുള്ള കാര്യങ്ങൾ ഇവർ കുറേ നല്ല കസേരയും ഒക്കെ കൊടുത്ത് അങ്ങനെ സൈലൻ്റ് ആക്കി. M.O. ലോറൻസ് ഇതൊക്കെ അറിയുന്നുണ്ടാവുമോ? അപ്പച്ചൻ 21 ഞാൻ പറഞ്ഞില്ല, അപ്പച്ചനെ ഞാൻ ആ ഹോസ്പിറ്റലിൽ സമയത്ത് പോയപ്പം അന്ന് സത്യപ്രതിജ്ഞ ദിവസമായിരുന്നു. അപ്പച്ചൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പുറത്ത് പറയാൻ പാടില്ല എന്ന്. അതിപ്പോൾ ഞാനിവിടെ ഇരുന്ന് പറയണത് ശരിയല്ല, എൻ്റെ അപ്പനോട് ചെയ്യണ ശരിയല്ല. അപ്പം പറഞ്ഞ കാര്യങ്ങൾ ഞാൻ പുറത്ത് പറഞ്ഞാൽ ഞാൻ മറ്റുള്ളവരുടെ മുമ്പിലും അത് ഒരു വില കുറഞ്ഞ പരിപാടിയായിപ്പോവും. പിന്നെ അത് പറഞ്ഞാൽ അപ്പച്ചൻ എന്താ പറഞ്ഞതെന്ന് വ്യക്തമായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ എഴുതി എൻ്റെ ബുക്കിൽ വെച്ചിട്ടുണ്ട്. അത് വ്യക്തമായിട്ട് അറിഞ്ഞാൽ എൻ്റെ അപ്പൻ അവിടെ ജീവനോടെ ഇപ്പോഴും ഉണ്ട്. അപ്പനെ ഞാൻ കൂടെ കാണാൻ പോകാറില്ലെങ്കിൽ എൻ്റെ അപ്പൻ അവിടെ ഉണ്ടെന്നുള്ളൊരു സമാധാനം ഉണ്ടല്ലേ. CIT-കാരാ കാവൽ നിൽക്കുന്നത്. അവർ വല്ല ഇല്ലായ്മ ചെയ്താലോ? ഈ പാർട്ടിക്ക് അതിനൊന്നും ഒരു കാരുണ്യമില്ലാത്ത പാർട്ടിയാണ്. കഴിഞ്ഞ ദിവസമല്ലേ TP-യുടെ വിധി വന്നത് അല്ലേ. ജയശങ്കറുമൊക്കെ പറയുമ്പം ഞാനും 2012 ഇത് സംഭവം നടക്കുമ്പോൾ ഡൽഹിയിൽ നിന്ന് ഉള്ള ജോലി കഴിഞ്ഞിട്ട് ഇവിടെ കേരളത്തിൽ തിരിച്ചു വന്ന് ജോലിയിൽ ജോയിൻ ചെയ്ത സമയത്താണ് ഈ സംഭവം നടക്കുന്നത്. TP ആരാന്നൊക്കെ ഞാൻ പറഞ്ഞു വരില്ല. പക്ഷെ ഒരു മനുഷ്യനെ കൊല്ലാൻ 51 വെട്ടിൻ്റെ ആവശ്യമില്ല എന്ന് ഇപ്പോൾ അതിൻ്റെ ആ വെറുപ്പോടുകൂടി അല്ലെങ്കിൽ പക തീർത്തതാണെന്നുള്ളത് മറ്റുള്ളവർ പറയുമ്പോഴാണ് മനസ്സിലായത്. ഞാൻ ഓർക്കണത് മരിക്കണത് വരെ ഒരാളെ വെട്ടി കൊന്നു എന്നാണ് ഓർത്തത്. പക്ഷെ ഒരു മനുഷ്യനെ കൊല്ലാൻ 1 വെട്ടോ 2 വെട്ടോ മതി. അത് ആരോ പറഞ്ഞു പൂങ്കല പോലെ നിന്റെ തല തെറിക്കും. അങ്ങനെ പറഞ്ഞ KK കൃഷ്ണനെ ഹൈക്കോടതി കുറ്റവാളിയാണെന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. അതൊക്കെ ഒരു വാണിംഗ് ആയിരിക്കാം. അങ്ങനെ പേടി ഉണ്ടായിരിക്കാം. ചോദിക്കേണ്ട TP വേറെ പാർട്ടി ഉണ്ടാക്കി പാർട്ടിയിൽ നിന്ന് പുറത്തു പോയതാണ്. അങ്ങനെ TP-യുടെ പ്രായമായിരിക്കാം ഈ രാധാകൃഷ്ണന്, വിജയരാഘവൻ, സുരേഷ് കുറുപ്പ്, ശ്രീരാമകൃഷ്ണനൊക്കെ TP-യുടെ പ്രായം ഉണ്ടാവുള്ളൂ. അവരൊക്കെ ചോദ്യം ചെയ്യാണ്ടിരിക്കാൻ വേണ്ടി അവരെല്ലാം വേറെ പൊസിഷനിൽ കൊടുത്ത് സൈലൻ്റ് ആക്കിയിട്ടുണ്ട്.
പിന്നെ എന്തെങ്കിലും കാട്ടട്ടെ എന്നുള്ളൊരു ഇതിലായിരിക്കണം ഇരിക്കുന്നത്, അല്ലെങ്കിൽ ഇനി എവിടെന്നെങ്കിലും ആരെങ്കിലും ഉയർത്തെഴുന്നേറ്റ് വരേണ്ടി വരും. അങ്ങനെ ഒരു 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 മൂവ് ആരുടെ ഭാഗത്തു നിന്നെങ്കിലും ഉണ്ടാവുമെന്ന് കരുതുന്നുണ്ടോ? അതോ പാർട്ടിക്ക് ബംഗാളിലെയും ത്രിപുരയുടെയും ഒക്കെ അവസ്ഥ ആകുമോ? ഇനിയൊരു ഉയർത്തെഴുന്നേൽപ്പിന് പാർട്ടി ആരാ ഉള്ളതെന്ന് പറയാം. അങ്ങനെ ഒരു സ്പാർക്കുള്ള ഒരു കാലിബറുള്ളൊരു നേതാവിന് എന്തായാലും ഇല്ല. ചോദ്യം എന്തെങ്കിലും കണ്ടാൽ ചോദിക്കുന്നത് VS ആയിരുന്നു. VS അങ്ങനെ 100% ജെന്യുവൻ ആയിട്ടുള്ള ഒരാളാണെന്ന് ഞാൻ പറയത്തില്ല. VSന് ഇപ്പോഴും കുറേ ആരാധകരുണ്ട്. VSനും കസേര കിട്ടിയപ്പോൾ പിന്നെ അതിലായി ശ്രദ്ധ മുഴുവൻ. ശ്രീവിയുടെ വരെ വിലങ്ങ് വെച്ച് തെരുവിലൂടെ നടത്തിക്കുമെന്ന് പറഞ്ഞിട്ടാണ് എലൈറ്റ് ലേഡീസിൻ്റെ പോലും എറണാകുളം സിറ്റിയിലെ അങ്ങനെയൊക്കെ വളരെ സമ്പന്നരൊന്നും അരിവാളം ചുറ്റിവയ്ക്കൊന്നും ആരും കുത്തത്തില്ല. കുത്തിയത് എനിക്ക് വ്യക്തമായിട്ട് അറിയണത് VS മുഖ്യമന്ത്രിയാകുമ്പോൾ എൻ്റെ അപ്പൻ അവിടെ സ്ഥാനാർത്ഥിയായിരുന്നു. അപ്പം വളരെ സമ്പന്നരായിട്ടുള്ള എൻ്റെ സുഹൃത്തുക്കളല്ല, പക്ഷേ സുഹൃത്തുന്ന പോലെ സംസാരിക്കുന്ന അവരൊക്കെ വന്നിട്ട് മാർക്കറ്റിലോ സൂപ്പർ മാർക്കറ്റിലോ വെച്ചൊക്കെ കാണുമ്പോൾ, പുറത്തൊക്കെ വെച്ച് കാണുമ്പോൾ പറയും ഈ പ്രശ്നം എൻ്റെ പപ്പയ്ക്ക് കേട്ടോ വോട്ട്. അപ്പം എനിക്ക് തന്നെ അത്ഭുതം തോന്നുന്നു വെച്ചാൽ അവരൊന്നും ഒരിക്കലും അരിവാളും ചുറ്റുവരെ അടുത്തുകൂടി പോകണം. കമ്മ്യൂണിസ്റ്റുകാരോട് CPM-നോടൊക്കെ പുച്ഛമുള്ള ആൾക്കാരാണ്. എന്നിട്ട് അടുത്ത സെൻറ്റൻസ് അവർ പറഞ്ഞാൽ തൻ്റെ പപ്പ ആയതുകൊണ്ടൊന്നുമല്ല, VS ഭരണത്തിൽ വരണം. അങ്ങേര് വന്ന ഇവിടെ സ്ത്രീകൾക്കൊക്കെ ഭയങ്കര എന്താ പറയുക ഫ്രീഡം വൈസ് പ്രൊട്ടക്ഷനായിന്ന്. VS ആരെയോ വിലങ്ങ് വെച്ച് നടത്തിക്കുമെന്ന് പറഞ്ഞ് VSൻ്റെ ശരീരം മുഴുവൻ കൂച്ചുവിലങ്ങിട്ട് പൂട്ടി പാർട്ടി അല്ലേ. VS അതിനെ എതിർത്തിട്ടൊന്നുമില്ല. VSന് പിന്നെ അത് VSൻ്റെ ഗൗരിയമ്മ പറഞ്ഞിട്ടുണ്ട്, CM-ൻ്റെ പൊസിഷൻ കസേര VSൻ്റെ ജീവിത അഭിലാഷ ലക്ഷ്യമായിരുന്നു. അത് കളയാൻ അദ്ദേഹവും തയ്യാറായിട്ടില്ലല്ലോ. അദ്ദേഹം ഇതിൽ വല്ലതും എതിർത്തിരുന്നെങ്കിൽ എതിർക്കുമായിരുന്നിരിക്കാം. പലരും പല കാര്യങ്ങൾ അറിയാത്തത് ഇനിയും എനിക്ക് പറയാനുണ്ട്. ഇവിടെ സമയക്കുറവുണ്ടാവും. ലെനിൻ സെൻ്ററിൽ വലിയൊരു നേതാവിൻ്റെ ഭാര്യ പോയിട്ട് ബഹളം ഉണ്ടാക്കിയിട്ടുണ്ട്. മകനൊരു കേസിൽ നിന്ന് രക്ഷിക്കണമെന്നും പറഞ്ഞിട്ട്, മകനെ രക്ഷിക്കണം അല്ലെങ്കിൽ സമ്മതിക്കില്ല എന്നും പറഞ്ഞിട്ട് CPM-ൻ്റെ ഒരു ഉന്നത നേതാവിൻ്റെ ഭാര്യ എറണാകുളം ലെനിൻ സെൻ്ററിൽ ചെന്ന് ബഹളം കൂട്ടിയിട്ടുണ്ട്. ജനങ്ങളറിയാത്ത പലതും ഈ പാർട്ടിയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ എന്തായാലും അടുത്ത സിറ്റിങ്ങിൽ കൂടുതൽ പറയാം. വളരെയധികം നന്ദി മറുപടിയിൽ പങ്കെടുത്തത്. ഈ അവസരത്തിന് ഞാനും നന്ദി പറയുന്നു.